Hello everyone, welcome back to a new video. So in this video we'll be looking at types of evaluation, tools of evaluation and characteristics of a good test. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇവാലുവേഷനെ കുറിച്ചാണ് സംസാരിച്ചത്. മെഷർമെൻറ്റ് ഇവാലുവേഷൻ തമ്മിലുള്ള ഡിഫറൻസും ഇവാലുവേഷൻ്റെ ഒരു ആവശ്യകതയും അതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ആയിരിക്കും ആദ്യം നോക്കുന്നത്. സോ ദർ ആർ many types of evaluation, and evaluation can be of several types regarding the object, timing, participants and nature of evaluation. ആദ്യത്തേത് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൺ ബൈ ദ ടീച്ചർ ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ. ഇതൊരു ഓൺ ഗോയിങ് ഇവാലുവേഷൻ ആണ്. അതായത് പ്രോഗ്രാം തീരുന്നതിന് മുന്നേ തന്നെ ചെറിയ ടെസ്റ്റ് പേപ്പറിൻ്റെ രൂപത്തിലും ഇൻറ്റേർണൽ എക്സാംസിൻ്റെ രൂപത്തിലും ടീച്ചേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ ഇവാലുവേഷനാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അത് ഈ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലെ സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് അളക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പിലുമായിട്ടാണ് അളക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടും. യൂസ്ഫുൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരിക്കും കിട്ടുന്നത്. ടീച്ചറിനും സ്റ്റുഡൻറ്റിനും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇതുപോലത്തെ ഉള്ളൊരു പേസിൽ പോയാൽ മതിയോ അതോ ഇമ്പ്രൂവ്മെൻറ്റ് വേണമോ എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിന് എന്തെങ്കിലും രീതിയിലൊരു ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അതെന്താണെന്ന് ടീച്ചറിന് വളരെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഫോർമേറ്റീവ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ സഹായിക്കും. സോ ഇറ്റ് ആക്ച്വലി ഫെസിലിറ്റേറ്റ് കണ്ടിന്യൂസ് മോഡിഫിക്കേഷൻ ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജി ആൻഡ് മേക്സ് ടീച്ചിങ് മോർ എഫക്റ്റീവ്. ഇനി സമ്മേറ്റീവ് ഇവാലുവേഷൻ വരെയാണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റാണ്. ടീച്ചറാണ് കണ്ടക്ട് ചെയ്യുന്നത്, പക്ഷേ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അക്കാഡമിക് കോഴ്സിൻ്റെ അവസാനമായിരിക്കും. ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി എക്സാംസ് ഓർ ആനുവൽ എക്സാംസ്, ഇതൊക്കെ സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്. ഒരു പ്രോഗ്രാമിൻ്റെ അവസാനമായിരിക്കും വരുന്നത്. ഇതിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ് തന്നെയാണ് മെഷർ ചെയ്യുന്നതെങ്കിലും ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റ് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ആയിരിക്കില്ല. ഓവറോൾ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കുമെന്നാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. So it is a judgment about a completed program and it covers a large area of portion. കാരണം ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ ഒരു ടെസ്റ്റ് പേപ്പർ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് മാത്രമായിരിക്കും അല്ലെങ്കിൽ 1-2 യൂണിറ്റ് മാത്രമായിരിക്കും. പക്ഷേ സമ്മേറ്റീവ് അസസ്മെൻറ്റിലാണെങ്കിൽ ആ ഫുൾ പോർഷനും കാണും. നെക്സ്റ്റ് ടൈപ്പ് ഇസ് പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് ഇവാലുവേഷൻ. പ്രോസസ് ഇവാലുവേഷൻ ഇറ്റ് ഇസ് ദി evaluation of the learner involvement and performance in the procedure and task involved in the learning program. അതായത് നമ്മൾ ചെയ്യുന്ന അക്കാഡമിക് കോഴ്സിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന അസൈൻമെൻറ്റ്, സെമിനാർ, അതുപോലെ തന്നെ വേരിയസ് ആക്ടിവിറ്റീസ്, ഇതെല്ലാമാണ് പ്രോസസ് ഇവാലുവേഷനിൽ വരുന്നത്. ഈ ആക്ടിവിറ്റീസ് ആ ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളൊരു ഇവാലുവേഷനാണ് പ്രോസസ് ഇവാലുവേഷൻ. ആൻഡ് ഇറ്റ് എൻഷുവേഴ്സ് ഫീഡ്ബാക്ക് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. പ്രോഡക്റ്റ് ഇവാലുവേഷൻ എന്ന് വരുന്നത് കൺസേൺഡ് വിത്ത് ദി ഫൈനൽ ലേണിംഗ് ഔട്ട്കം ഓഫ് ലേണേഴ്സ്. സമ്മേറ്റീവ് പോലെ തന്നെ എൻഡ് പ്രോഡക്റ്റിനാണ് ഇവിടെ വാല്യൂ കൊടുക്കുന്നത്. പ്രോഡക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഓവറോൾ പെർഫോമൻസിനായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. പ്രോസസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ആ ജേർണി, ആ ഒരു അക്കാഡമിക് ജേർണി, അതിൻ്റെ അകത്ത് വരുന്ന വേരിയസ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ വി ഓൾസോ ഹാവ് criterion referenced and non-referenced testing or evaluation. അപ്പോൾ ആദ്യം നോൺ റെഫറൻസ്ഡ് ടെസ്റ്റിങ്ങിൽ ശരിക്കും ഇറ്റ് റിലേറ്റ്സ് ടു വൺസ് പെർഫോമൻസ് ടു ദാറ്റ് ഓഫ് അനദർ. ഒരു 2 സ്റ്റുഡൻസിൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് തമ്മിൽ ഒരു കമ്പാരിസൺ സ്റ്റഡി നടത്തുകയാണ്. അവർ തമ്മിൽ എങ്ങനെയാണ് എന്നുള്ളൊരു ഒരു ടെസ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്, നോൺ റെഫറൻസ് ടെസ്റ്റിങ്ങിൽ. പക്ഷെ ക്രൈറ്റീരിയൻ റെഫറൻസിലാണെങ്കിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് അളക്കുന്നത്. ഇറ്റ് ടെസ്റ്റ് ഇൻ ഓർഡർ ടു ക്ലാസിഫൈ പീപ്പിൾ അക്കോർഡിംഗ് ടു ദ എബിലിറ്റി ടു പെർഫോം എ സെറ്റ് ഓഫ് ടാസ്ക് സാറ്റിസ്ഫാക്ടറിലി. അതാണ് മെയിനായിട്ടുള്ളൊരു റെഫറൻസ്. നോൺ റെഫറൻസ് ടെസ്റ്റിങ്ങിൽ ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഒരു കുട്ടിയുടെ പെർഫോമൻസ് മറ്റു കുട്ടിയുടെ പെർഫോമൻസുമായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഇവാലുവേഷനാണ് നടത്തുന്നത് ടു ഐഡൻറ്റിഫൈ ദി വീക്ക് ആൻഡ് സ്ട്രോങ് വൺസ്. പക്ഷെ ക്രൈറ്റീരിയൻ റെഫറൻസിൽ അങ്ങനെയല്ല. ഇൻഡിവിജ്വൽ ഒരു ടാസ്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വലി ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് ആ ടാസ്ക് പെർഫോം ചെയ്യുന്നത് എന്നാണ് അവിടെ അളക്കുന്നത്.
So there are several other evaluations other than the ones mentioned, like പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള അക്കാഡമിക് വർക്ക് മെറ്റീരിയൽസ് ആണ് വരുന്നത്. ലൈക്ക് അസൈൻമെൻറ്റ്, സെമിനാർ പേപ്പർ, പ്രോജക്റ്റ്, ലാബ് റിപ്പോർട്ട്, ജേർണൽ എൻട്രി, ടെസ്റ്റ് കോഴ്സ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് അവാർഡ്സ്, സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഓണേഴ്സ്. അതായത് നമ്മളൊരു ജോലിക്കൊക്കെ പോകുന്ന ഒരു സന്ദർഭത്തിൽ ആ ഒരു പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുമ്പോൾ നമ്മളുടെ എല്ലാ അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷനും അതിൽ കാണും. അതനുസരിച്ചായിരിക്കും ആ ഒരു വ്യക്തിക്ക് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദർ ഇസ് ഓൾസോ സംതിങ് കോൾഡ് സെൽഫ് ഇവാലുവേഷൻ, wherein, like the name suggests, refers to students' own assessment of their program or progress in knowledge, skill, process, attitude, etc. നമ്മൾ സ്വയം ഇവാലുവേറ്റ് ചെയ്യുന്നു, അതാണ് സെൽഫ് ഇവാലുവേഷൻ. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് പിയർ ഇവാലുവേഷൻ. സ്റ്റുഡൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവാലുവേറ്റ് ചെയ്യുന്നതും ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷനായിട്ട് വരുന്നുണ്ട്. അത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും പിയർ ഇവാലുവേഷൻ കാണുന്നത്. So next we move on to evaluation tool. An evaluation tool is a device to collect data or access the teaching outcome of a teacher. Examples are questionnaires, achievement test, checklist, anecdotal record, rating skills, observation schedules. ഇതെല്ലാം തന്നെ ഇവാലുവേഷൻ ടൂളാണ്. ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ്. ലൈക്ക് ടീച്ചിങ് എയ്ഡ് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ബ്ലാക്ക് ബോർഡ്, ചാർട്ട് പേപ്പേഴ്സ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എക്സെട്ര. ടീച്ചിങ് എഫക്റ്റീവ് ആക്കാൻ. അതുപോലെ തന്നെ ഇവാലുവേഷൻ എഫക്റ്റീവ് ആക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഇവാലുവേഷൻ ടൂൾസ്. അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഫുൾ നോട്ട് ഓൺലി ഫോർ ദ സ്റ്റുഡൻസ് ബട്ട് ഓൾസോ ഫോർ ദ ഇൻസ്ട്രക്ടേഴ്സ് ടു ഇംപ്രൂവ് ആൻഡ് എൻഹാൻസ് ദംസെൽഫ്. ഇറ്റ് ഈസ് ടു ടെസ്റ്റ് ദി ടീച്ചിങ് ഔട്ട്കം ഓഫ് എൻ ഇൻസ്ട്രക്ടർ ആൻഡ് ടു ടെസ്റ്റ് നോളേജ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ്, സ്റ്റഡി ഹാബിറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ദി സ്റ്റുഡൻസ്. ഫോർ എക്സാമ്പിൾ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോഴാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അവർ ആ ഒരു സബ്ജക്റ്റ് ശരിക്കും പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടോ, ഇനിയും എന്തെങ്കിലും രീതിയിലൊരു ഡിഫിക്കൽട്ടി ഉണ്ടോ, എന്തെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണമോ എന്നുള്ള രീതിയിൽ ഇൻസ്ട്രക്ടറിന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ടറിൻ്റെ ഒരു ടീച്ചിങ്ങിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നോ എന്നുള്ളതും ഈ ഒരു ഇവാലുവേഷൻ ടൂളിലൂടെ ഇൻസ്ട്രക്ടറിന് മനസ്സിലാക്കാൻ പറ്റും. Next we move on to the topic characteristics of a good test. So the prominent qualities of a good test are, first of all, its validity. Validity means the degree of accuracy with which a test measures what it intends to measure. അതിൽ ഒരു ടെസ്റ്റ് വരുമ്പോൾ, ഒരു ടെസ്റ്റ് ഇടുന്ന സമയത്ത് അത് എത്രമാത്രം ആക്യുറേറ്റ് ആണെന്ന് പറഞ്ഞിരിക്കും. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്. ആൻഡ് ദെൻ ദി സെക്കൻഡ് വൺ ഇസ് റിലയബിലിറ്റി. ഇറ്റ്സ് ദ ഡിഗ്രി ഓഫ് കൺസിസ്റ്റൻസി വിത്ത് വിച്ച് എ ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് മെഷേഴ്സ്. സോ എ ടെസ്റ്റ് സ്കോർ ക്യാൻ ബി സെറ്റ് ടു ബി റിലയബിൾ വെൻ ഇറ്റ് ഇസ് സ്റ്റേബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി. അതായത് ഒരു ടെസ്റ്റ് വാലിഡ് ആയിരിക്കണമെങ്കിൽ അത് റിലയബിൾ കൂടി ആയിരിക്കണം. അതിലൊരു വിശ്വാസം നമുക്ക് വേണം, എന്നാൽ മാത്രമേ അത് ആക്യുറേറ്റ് ആയിരിക്കുള്ളൂ ആ ഒരു ടെസ്റ്റ്. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. ദ നെക്സ്റ്റ് ഈസ് പ്രാക്ടിക്കാലിറ്റി. ഇറ്റ് ഷുഡ് ബി ഈസി ടു കണ്ടസ്റ്റ് ആൻഡ് ഈസി ടു സ്കോർ വിത്തൗട്ട് വേസ്റ്റിംഗ് ടു മച്ച് ടൈം ഓർ എഫേർട്ട്. എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വേണം. ഈസി, ഇൻ്റർമീഡിയറ്റ്, ഡിഫിക്കൽട്ട്, അങ്ങനത്തെ രീതിയിൽ ഒരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യം വേണം. എളുപ്പം കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്, എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി കോംപ്രിഹെൻസീവ്. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ഗിവ് പ്രൊപ്പോർഷനേറ്റ് കവറേജ് ടു ഓൾ സെഗ്മെൻറ്റ്സ് ഓഫ് ദി ഏരിയ ഓഫ് സ്റ്റഡി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ എന്തൊക്കെയുണ്ടോ, സിലബസിൽ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം തന്നെ ഈക്വൽ ആയിട്ടുള്ളൊരു കവറേജ് കൊടുക്കണം. ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ഓൾസോ ബി റെലവൻറ്റ് ആൻഡ് ബാലൻസ്ഡ്. And it should neither be too hard nor too easy. അപ്പോൾ എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആകുമ്പോഴേക്കും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഫെയർ ടെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരുപാട് ഡിഫിക്കൽട്ട് ആണെങ്കിൽ സ്റ്റുഡൻസ് ഓബ്വിയസ്ലി സ്ട്രെസ്സായും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതേസമയം ഒരുപാട് ഈസി ആക്കി കളഞ്ഞാൽ എല്ലാവരും പാസ്സാവും. സോ ദർ ഇസ് നോ ആക്ച്വലി
no way to actually accurately മെഷർ എ സ്റ്റുഡൻസ് പെർഫോമൻസ്. ശരിക്കും എത്ര പേര് പഠിച്ചു, എത്ര പേർക്ക് ആ ഒരു ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ല എന്നുള്ളൊരു വേരിയേഷൻ അവിടെ വരത്തില്ല, ഫുൾ ക്വസ്റ്റ്യൻസ് ഈസി ആണെങ്കിൽ. സോ എല്ലാ രീതിയിലുള്ളൊരു ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ളൊരു ടെസ്റ്റിംഗ് നടക്കത്തുള്ളൂ. ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ക്ലിയർ ആസ് ടു വാട്ട് ദി സ്റ്റുഡൻറ്റ് ഷുഡ് ഡു. ദ ലാംഗ്വേജ് should be easy to understand and authentic, and there should also be a proper amount of time. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിൽ 3 hours, എക്സാക്ട്ലി 3 hours ഒരു ഇതായിരിക്കും. അതല്ല ഒരു ടെസ്റ്റ് പേപ്പർ ആണെങ്കിൽ മോസ്റ്റ്ലി ഒരു 1 hour ഒക്കെ ആയിരിക്കും. സോ ദർ ഷുഡ് ബി എ ഡെഫിനറ്റ് ടൈം സ്ലോട്ട് ഫോർ ഈച്ച് ടെസ്റ്റ് അക്കോർഡിംഗ് ടു ദി ക്വസ്റ്റ്യൻ. ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റീവ്. ദാറ്റ് ഈസ് മാർക്കിംഗ് പ്രോസസ്സ് വരുമ്പോൾ തന്നെ ആ ഒരു കുട്ടി എഴുതിയിരിക്കുന്ന പോയിൻറ്റ്സ് വെച്ചിട്ട് തന്നെ വേണം മാർക്കിടാൻ. ആ ഒരു കാര്യം അത് ടീച്ചറിൻ്റെ ഒരു ഇതിൽ വരുന്ന ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ടെസ്റ്റ് പേപ്പറിൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറഞ്ഞു ആക്യുറേറ്റ് ആയിരിക്കണം, കോംപ്രിഹെൻസീവ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം. അപ്പോൾ അതേ ഒരു ഫെയർനെസ് മാർക്കിംഗ് പ്രോസസ്സിലും കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അതൊരു ഗുഡ് ടെസ്റ്റ് ആണെന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഒരു രീതിയിലുള്ളൊരു പാർഷ്യാലിറ്റിയും ബയസും ടീച്ചർ ആ ഒരു മാർക്കിംഗ് പ്രോസസ്സിൽ കാണിക്കാൻ പാടില്ല. ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ഓൾസോ ബി എക്കണോമിക്കൽ, ബിക്കോസ് ഇറ്റ് ഓൾസോ റിക്വയർസ് ഓർ both the teachers and students' time are being sacrificed in it. So it should be economical as it requires the time and effort from both teacher and students' part. So that's the characteristics of a good test, and I hope all these topics were clear. നമ്മൾ ആദ്യം ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഡിസ്കസ് ചെയ്തു, ഇവാലുവേഷൻ ടൂൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു ആവശ്യകത പറഞ്ഞു, ആൻഡ് ലാസ്റ്റ്ലി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്. And I hope this video was useful. If you have anything more to add, you can do so in the comment section. And I'll see you in the next video. Till then, take care.